ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇന്നലെ രാത്രി ഭയങ്കര പ്രതീക്ഷകളോട്ടാണ് കിടന്നത്. ഇപ്പോൾ ഈ കയ്യിലുള്ളവർ വളരെ വളരെ പ്രതീക്ഷകളായിട്ടാണ് കിടന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ തന്നെ രാത്രിയായപ്പം യൂട്യൂബിലൊക്കെ നാളെ മാർക്കറ്റ് ഈ നിഫ്റ്റി ക്രാഷ്, നിഫ്റ്റി 500 പോയിൻ്റ്, ബാങ്ക് നിഫ്റ്റി 2000 പോയിൻ്റ്, സെൻസെക്സ് 3000 പോയിൻ്റൊക്കെ തകർന്നടിയും അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള വീഴ്ചയാണ് അമേരിക്കൻ മാർക്കറ്റിൽ വീണേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ധാരാളം ന്യൂസുകളും നമ്മൾ ഒക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ അതിനൊക്കെ മുന്നേ ഞാൻ ചെയ്തപ്പം ഞാൻ നമ്മുടെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു മാർക്കറ്റ് വീഴുവാണെങ്കിലും തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. നമ്മുടെ മാർക്കറ്റ് അവിടെ വീണാലും അതുപോലെ വീഴാനുള്ള സാധ്യത ഇല്ല. അത് മാത്രമല്ല, ഗ്രൂപ്പിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഡൗൺ സൈഡ് ലിമിറ്റഡ് ആണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡൗൺ സൈഡ് ലിമിറ്റഡ് ആണ്, ബട്ട് അപ്പ് സൈഡ് ഓപ്പൺ ആണ് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് എന്തുകൊണ്ട് പോസിറ്റീവ് ആകും എന്നുള്ളതിൻ്റെ കാരണങ്ങളും ഞാൻ വൃത്തിയായിട്ട് ബോധിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയത്തില്ല, കാരണം ഇന്നലെ വീഡിയോ താമസിച്ചുകൊണ്ട് നിങ്ങൾ പലരും വീഡിയോ കണ്ടില്ല എന്ന് എനിക്ക് വ്യൂസ് കാണുമ്പോൾ മനസ്സിലാകും. പക്ഷേ അതൊന്നും ഇപ്പോൾ എന്നെ ബോധർ ചെയ്യുന്ന കാര്യമില്ല. എത്ര നാൾ നമുക്ക് തല്ലിപ്പഠിപ്പിക്കാൻ പറ്റും? ഓക്കെ, അവരവർക്ക് ആവശ്യമുള്ളത് ആവശ്യക്കാർ പഠിക്കുക, എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എന്തൊക്കെയായാലും എല്ലാ ദിവസവും ഞാൻ പോസ്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാൻ എൻ്റെ പോസ്റ്റ് മാർക്കറ്റിൽ പറയാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം, അത് നിങ്ങൾ എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം. കൃത്യമായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ ദിവസവും അന്നത്തെ മാർക്കറ്റിൽ കാണുന്ന പ്രൈസ് ആക്ഷൻസ് ബന്ധപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. അത് കുറച്ച് പേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനവർക്ക് അവരുടെ ട്രേഡിംഗ് ലൈഫിൽ അതിൻ്റെ റിസൾട്ട് കാണാറുമുണ്ട്. അത് വളരെ നന്ദിയോടെ അവരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജായിട്ടും വോയിസായിട്ടും സ്ക്രീൻഷോട്ടായിട്ടും ഒക്കെ അയച്ചു തരാറുണ്ട്. ഞാനിതൊന്നും എൻ്റെ ക്രെഡിറ്റിന് പറയുകയല്ല, ബട്ട് നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. ആ മര്യാദകളൊക്കെ നമ്മൾ പാലിച്ച് ട്രേഡിംഗ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ ഇപ്പോഴും മാർക്കറ്റിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ കുറച്ച് ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ പലരും ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കേണ്ടവർ കേൾക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പലരും ഇന്ന് എന്നോട് കുറച്ച് പേര് 5-6 പേര് ചോദിച്ചു, സാർ ആ സ്ട്രാറ്റജി ഉപയോഗിക്കട്ടെ, ഈ സ്ട്രാറ്റജി ഉപയോഗിക്കട്ടെ, ഫിബിനോച്ചി ഉപയോഗിക്കട്ടെ, ഗോൾഡൻ ക്രോസ് ഓവർ വന്നാൽ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാം, മാർക്കറ്റിൽ നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പല ആയുധങ്ങളുണ്ട്, ഇല്ലേ? പല ആയുധങ്ങളുണ്ട്. ഇത് നമുക്ക് ഈ കിട്ടുന്ന ഓരോ സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ഓരോ ഇൻഡിക്കേറ്റേഴ്സും സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ആയുധങ്ങളാണ്. പക്ഷേ ഈ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിക്കണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും, അല്ലേ? നമുക്കൊരു ആയുധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ആയുധം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ആ ആയുധം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമില്ല മാത്രമല്ല, നമുക്കത് ദോഷമായിട്ട് തീരുകയും ചെയ്യും. ശരിയല്ലേ പറഞ്ഞത്? ഇപ്പോൾ ഒരു വാൾ ഉപയോഗിക്കുന്നവരിപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഒരു യുദ്ധമാണ്, നമ്മളെല്ലാം യുദ്ധമാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൽ ഇപ്പോൾ വാളിൻ്റെ ഉപയോഗം ആയിരിക്കത്തില്ല കുന്തത്തിൻ്റെ ഉപയോഗം, ഇല്ലേ? കുന്തത്തിൻ്റെ ഉപയോഗം ആയിരിക്കത്തില്ല അമ്പും വില്ലിൻ്റെ ഉപയോഗം, അമ്പും വില്ലിൻ്റെ ഉപയോഗം ആയിരിക്കത്തില്ല ഗദയുടെ ഉപയോഗം. അപ്പം ഓരോ ആയുധങ്ങൾക്കും ഓരോരോ പർപ്പസ് ഉണ്ട്. അപ്പോൾ ആ പർപ്പസ് എന്താണെന്ന് നമ്മൾ കണ്ടറിഞ്ഞ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചറിയണം. അതിനനുസരിച്ച് ആ തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ആയുധം കൊണ്ട് എന്ത് ഗുണമാണെന്നുള്ളതെന്ന് അറിഞ്ഞ് വേണം നമ്മൾ യുദ്ധത്തിലത് പ്രയോഗിക്കാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും വളരെ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നമ്മൾ യുദ്ധത്തിനെ താരതമ്യപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വെറും കാലാൾപ്പടകളാണ്. അപ്പം ഈ കാലാൾപ്പടകളുടെ കയ്യിലുള്ള ആയുധം എന്തുവാ? ആകെയും പോകും ഒരു വാളുമുണ്ട്, ഒരു പരിചയമുണ്ട്. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കാലാൾപ്പട, വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ കയ്യിൽ ആദ്യം നമ്മൾ കാലാൾപ്പട എന്ന് പറയുമ്പോൾ നമ്മൾ താഴെ നിന്ന് യുദ്ധം ചെയ്യേണ്ടവരാ, ഇല്ലേ? അപ്പം നമ്മുടെ സേഫ്റ്റി നോക്കണം, നമ്മുടെ ശത്രുവിനെ നമ്മൾ നിഗ്രഹിക്കുകയും വേണം. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു വാളും ഒരു പരിചയമാണ്. അപ്പം ആദ്യം ഈ വാളും പരിചയം ഉപയോഗിക്കാൻ പഠിക്കുക. കയ്യിലുള്ള ഒരു വാളും പരിചയം നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുക. ആ സാധനമാണ് നമ്മൾ ഈ പറയുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും ഈ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ ഈ വാളും പരിചയം.
അതിനുശേഷം ഇതൊക്കെ പഠിച്ച് നല്ലപോലെ പയറ്റി തെളിഞ്ഞു കഴിയുമ്പം നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ നോട്ട് ചെയ്യും ഇല്ലേ? ഓക്കെ, അവൻ കൊള്ളാം, അവൻ നല്ലപോലെ പയറ്റി തെളിഞ്ഞ ആളാണ്, അപ്പോൾ അവനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടും. പ്രൊമോഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പുതിയ ആയുധങ്ങൾ കിട്ടും. ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ കാലാൾപ്പടക്കാരൻ നേരെ ചിലപ്പോൾ കുതിരപ്പുറത്തായിരിക്കും കയറുന്നത് അല്ലേ? അപ്പോൾ കുതിരപ്പുറത്ത് കയറുമ്പം അവന് വേറെ പല ആയുധങ്ങൾ കിട്ടും. ചിലപ്പം വാള് കിട്ടും, കുന്തവും പരിചയം, ചിലപ്പോൾ 1-2 ആയുധങ്ങൾ അഡീഷണൽ കിട്ടും. അപ്പം അത് അഡീഷണൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവനതിൽ പരിശീലിക്കണം. അവനപ്പം കൃത്യമായ പരിശീലനം കൊടുക്കും. പരിശീലനം കൊടുത്ത് അവനതിൽ പ്രാവീണ്യം നേടിയതിന് ശേഷമാണ് അവനെ ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങി വിടുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്. ആയുധങ്ങൾ പല സാധനം പല രീതിയിലും പല മോഡലും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാൻ വയ്യാതെ ഏതെങ്കിലും എടുത്ത് എവിടെയെങ്കിലും കൊണ്ടിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? ഇല്ലേ? വാളെന്തിനാണ് ഉപയോഗിക്കുന്നത്? വെട്ടാനാണ് ഉപയോഗിക്കുന്നത് ഇല്ലേ? ഇപ്പോൾ കുന്തമോ ഒരു സാധനത്തെ കുത്തി മലർത്താനോ കുത്തി പൊക്കാനോ ആയിരിക്കും നമ്മൾ കുന്തം ഉപയോഗിക്കുന്നത്. അപ്പോൾ വാളിൻ്റെ പർപ്പസ് അല്ല കുന്തത്തിൻ്റെ പർപ്പസ് അല്ല വാളിന്. അപ്പോൾ ഇത് രണ്ടിൻ്റെ പർപ്പസ് അല്ല പരിചയ്ക്ക് ഇല്ലേ? പരിചയം എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് തട്ടുകട ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിചയം ഉപയോഗിക്കുന്നത് ഇല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ വേണം ഇതിനെ കണക്കാക്കാൻ. അപ്പം നമുക്ക് തട്ടുകടില്ലാതെ ആദ്യം നമ്മുടെ സംരക്ഷണം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇല്ലേ? അതിനുശേഷമാണ് പിന്നെ നമ്മൾ വെട്ടാനും പിന്നെ തടുക്കാനും ഒക്കെ നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞങ്ങ് നീണ്ടു പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിന് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്, നിങ്ങൾക്കിതെല്ലാം പഠിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആദ്യം നിങ്ങൾ നിലത്ത് നിന്ന് അഭ്യാസം കാണിച്ച് സ്വയം പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ ആദ്യം പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഞാൻ ഈ കൂടുതൽ അങ്ങനെ പറഞ്ഞ് ഇനി നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് പോകുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യും എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. അപ്പോൾ റിവേഴ്സ് ചെയ്തപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്താ സംഭവിച്ചത്. അപ്പം ഇന്നലെ ഞാൻ ഇന്നലെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ആ ട്രെൻഡ് ലൈൻ വരച്ചപ്പോൾ ഞാൻ പറഞ്ഞു ട്രെൻഡ് ലൈൻ നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വിട്ടിരുന്നു ഇല്ലേ? എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ അവിടെ അതുപോലെ ഇട്ടിരുന്നു. മാർക്കറ്റ് ഇവിടുന്ന് ശേഷം എന്ത് സംഭവിച്ചേ? ഒരു ഗ്യാപ്പ് ഡൗൺ. ഓക്കെ, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ തന്നതിന് ശേഷം നമ്മുടെ റേഞ്ചിന് താഴെയാണ്. ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് നമ്മുടെ റേഞ്ച് വിട്ട് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ പ്രൈസ് ആക്ഷനാണ് നടക്കുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം മാർക്കറ്റ് നമ്മുടെ റേഞ്ച് വിട്ട് താഴെയാണ് ഓപ്പൺ ചെയ്തത് അല്ലേ? ഇതിനകത്ത് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ നോ ട്രേഡിംഗ് സോണാണ്. ഇത് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിവിടെ ട്രേഡ് ഉള്ളൂ. അതുവരെ നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വളരെ പതുക്കെ എന്ത് ചെയ്തു? മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തുടങ്ങി. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഒരു മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആണെന്ന് കണക്കാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആകെ ഇത്രയും ഭാഗം മാത്രം എടുത്താൽ മതി. ഇവിടെ നമ്മൾ എങ്ങനെ ഒരു ട്രേഡ് കണ്ടെത്തി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ പ്രൈസ് ആക്ഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന് വലുതാക്കാം. അത്രയും ഭാഗം മാത്രം വലുതാക്കിയാൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇത്രയും ഭാഗമാണ് വേണ്ടത് ഇല്ലേ? ഇത്രയും ഭാഗം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഇന്നലത്തെ ക്ലോസിങ് ഇവിടെയായിരുന്നു. റേഞ്ച് വിട്ട് മാർക്കറ്റ് നേരെ ഗ്യാപ്പ് ഡൗൺ വന്നു. ഗ്യാപ്പ് ഡൗൺ വന്നതിന് ശേഷം അങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ മാർക്കറ്റ് ഇതാ നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച് ഇല്ലേ? മാർക്കറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പിന്നെ മാർക്കറ്റ് ഇവിടെ എല്ലാം എന്ത് ചെയ്യുക? ഒരു അൺസർട്ടനിറ്റിയാണ്. ഈ നോക്കിക്കേ, 1, 2, 3, 4 ഈ ക്യാൻഡിലുകളെല്ലാം കണ്ടാൽ അൺസർട്ടനിറ്റി അല്ല. മാർക്കറ്റിന് എങ്ങോട്ട് പോകണമെന്നൊരു ദിശാബോധം ഇല്ല ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കറിയാം എല്ലാം ഒരു ഈക്വൽ ടു ഡോജി മാതിരിയാണ്. മുകളോട്ടും ഇല്ല താഴോട്ടും ഇല്ല, ലോങ് വിക്കുകളാണ്. അപ്പോൾ എങ്ങോട്ട് മാർക്കറ്റ് പോകണമെന്നൊരു ദിശാബോധം ഇല്ലാതെ മാർക്കറ്റ് എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ കടന്ന് കറങ്ങി കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ മാർക്കറ്റിൽ നമ്മളൊരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കിയെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇച്ചിരി ഇങ്ങോട്ട് നീക്കുക. ഈ പരസ്യം ഡിലീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പോകും. എനിക്ക് ഇതിലായിട്ടും അതിൻ്റെ പ്രീമിയം മേടിക്കാൻ പറ്റിയിട്ടില്ല. സോറി, ഒരു അവസരം വന്നില്ല ഇതിലായിട്ട് മേടിക്കാൻ. ഓക്കെ, നമുക്ക് ഇത് നോക്കിക്കുക. അപ്പം നമ്മൾ മാർക്കറ്റ് ഇവിടുന്ന് പതുക്കെ മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ തുടങ്ങിയില്ലേ? അപ്പം അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നു ഇവിടെ ഇത് നോക്കി, ഇത് കഴിഞ്ഞു ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടോ? ഈ ഒരു റെഡ് ക്യാൻഡിലിൽ മാർക്കറ്റ് ഇവിടെ ഒരു റെസൻസ് എടുത്തു ഇല്ലേ? തട്ടി മാർക്കറ്റ് നേരെ തിരിച്ച് വന്ന് താഴെ ക്ലോസ് ചെയ്തു ഇല്ലേ? അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ ഫോമായി. ഇതായി ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ. ഈ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയപ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴത്തെ വോളിയം നോക്കിക്കോ. ഇത് കണ്ടോ?
ഒരു നല്ല വോളിയത്തോട് കൂടിയാണ് ഈ ക്യാൻഡിൽ കിട്ടിയത്. ഇവിടെ എങ്ങും ആ സംഭവം ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്, പക്ഷേ അതിനുള്ള വോളിയം നോക്കിക്കുക, വളരെ ചെറിയ വോളിയമാണ്. ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വീണു, റെഡ് ഡോജി വീണു, അതിൻ്റെ വോളിയം വളരെ ചെറുതാണ്. ഓക്കെ, പ്ലസ് രണ്ട് പേരുടെയും കൂടെ ഒന്നിച്ച് കൂട്ടിയാലും അതിൻ്റെ വോളിയം എന്ത് ചെയ്ത് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ നോക്കിക്കുക, ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ വോളിയം വളരെ കൂടുതലാണ്. അതിനർത്ഥം എന്താണ്? ഇവിടെ ഒരു ബൈ ആക്റ്റീവായി. ഓക്കെ, നിങ്ങൾ ഈ സംഭവം നിങ്ങൾ ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു തരുന്നത്. നിങ്ങൾ പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അടുത്ത ദിവസങ്ങളിൽ അടുത്ത മാർക്കറ്റുകളിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു നല്ല ക്യാൻഡിൽ വീണു, അതിന് അനുബന്ധമായിട്ട് അതിൻ്റെ വീണ വോളിയോ വളരെ വലിയ വോളിയമാണ്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. മാർക്കറ്റ് ഇവിടെ വലിയൊരു വോളിയം ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു വലിയ ബൈ ആക്റ്റീവായി എന്ന് നമുക്ക് ഈ വോളിയം കൊണ്ടും ഈ ക്യാൻഡലിൻ്റെ സ്വഭാവം കൊണ്ടും നമുക്ക് മനസ്സിലായി. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അപ്പോഴും നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. ഓക്കെ, ഇതിപ്പം ഞാൻ ഒരു ട്രേഡ് ഇവിടെ തന്നെ എടുത്തു, ഇവിടെ തന്നെ ഞാൻ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തു. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഞാനങ്ങനെ സ്ക്രീൻഷോട്ട് ഇടുന്ന ഒരു അരോചകമായിട്ട് തോന്നിയതായിട്ട് എനിക്ക് അറിവ് കിട്ടി. കാരണം വെച്ചാൽ നിങ്ങൾ ചിലപ്പം ഒരു 5,000 10,000 കൊണ്ട് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം 1000 1500 അല്ലെങ്കിൽ 750 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ 5 6 ലോട്ട് ചെയ്ത് 5000 10,000 8,000 ഒക്കെ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട്. അതിപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണ്, ഞാനത് ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് ഇടാത്തത്. അത് എൻ്റെ ആവശ്യമില്ല, കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ ലാഭം എൻ്റെ ഇരിക്കട്ടെ, എൻ്റെ നഷ്ടമാണ് എൻ്റെ കയ്യിൽ തന്നെ നോട്ടെ. നമ്മളിപ്പോൾ അത് ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ തരുന്നുണ്ട്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ അപ്പോൾ നമുക്ക് കൺഫർമേഷൻ ഇല്ല. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ കണ്ടുപിടിക്കുന്നതാണ് ഇങ്ങനെയൊരു സംഭവം. ഓക്കെ, അവന് മനസ്സിലായി ഇവിടെ നല്ലൊരു വോളിയം വന്നിട്ടുണ്ട്, ഇവിടെ നല്ല ഒരു ക്യാൻഡിലും വീണിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് കൂടെ നമുക്ക് മാർക്കറ്റിൽ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇനി നോക്കിക്കേ, ഒരു കൺഫർമേഷൻ നമ്മൾ നോക്കുന്നത്. കൺഫർമേഷൻ നോക്കിക്കേ, ഈ റെഡ് ക്യാൻഡിൽ ഉണ്ടോ? ഈ റെഡ് ക്യാൻഡിൽ അവിടെ ഫോമായി, ഇത്രയും വോളിയം വന്നില്ല. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാൻഡിൽ മർബോസ് വാലി എന്തുവായാലും ഒരു വലിയ ക്യാൻഡിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ ഇൻവാലിഡ് ആണെന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ഇതിൻ്റെ മേലോട്ട് പോകുന്നതാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഒരു 50% ഇതിൻ്റെ താഴെ വന്ന് ക്ലോസിങ് കിട്ടണം, ഇല്ലേ? 50% വന്ന് കട്ട് ചെയ്താൽ മാത്രമേ ഈ ക്യാൻഡിൽ ഇൻവാലിഡ് ആകത്തുള്ളൂ, ഇല്ലേ? അല്ലാത്തടത്തോളം കാലം ഒരു കാരണവശാലും ഈ ക്യാൻഡിൽ ഇൻവാലിഡ് ആകത്തില്ല. നമുക്കിത് കൺഫർമേഷൻ ക്യാൻഡിലായിരിക്കും. സപ്പോസ് ഇതിന് താഴെ വന്ന് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല, ഇത് കഴിഞ്ഞു. ഓക്കെ, മാർക്കറ്റ് ചിലപ്പോൾ താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ സിനാരിയോ ആണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. മാർക്കറ്റ് ഈ ക്യാൻഡിലിന് ശേഷം വീണ ഈ റെഡ് ക്യാൻഡിൽ, ഓക്കെ, ഈ റെഡ് ക്യാൻഡിൽ ഇതിൻ്റെ 50% കട്ട് ചെയ്തിട്ടില്ല, ഇല്ലേ? 50% കട്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ മുകളിൽ തന്നെയാണ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ വേണം, മാർക്കറ്റ് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ. ഓക്കെ, അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്തു? വീണ്ടും ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ അടുത്ത ട്രേഡുകളിലൊക്കെ ഈ ഫ്യൂച്ചറിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, ഏത് സ്ട്രാറ്റജി ആയാലും എന്ത് കാര്യം പറഞ്ഞാലും മാർക്കറ്റിൽ അതിന് 75% പ്രോബബിലിറ്റിയെ കാണത്തുള്ളൂ. പ്രോബബിലിറ്റി, സാധ്യതകളെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും 75% കാണത്തുള്ളൂ. 25% ലോസ് ആകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഫെയിൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 20%. നമ്മളിപ്പോൾ എത്ര കൺഫർമേഷൻ എടുത്താലും അതിന് 75% മാത്രമേ അതിൻ്റെ ആക്യുറസി ഉള്ളൂ. 25% എപ്പോഴും നമ്മൾ അതിൻ്റെ ഫെയിലിയർ ആകാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഒരു ട്രേഡിന് ഇറങ്ങാൻ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തു, ഇല്ലേ? അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ഇവിടെ എന്താണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതാ നോക്കിക്ക്, അതിനുശേഷം വീണ ഈ ക്യാൻഡിൽ, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായ ക്യാൻഡിൽ ഈ ക്യാൻഡിലായിരിക്കും, ഇല്ലേ? ഇതാ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ക്യാൻഡിൽ. എന്താണ്? മാർക്കറ്റ് താഴെ പോയെങ്കിലും കറക്റ്റ് ഒരു ലോങ് വിക്കോടുകൂടെ ഒരു ബൈ ആക്റ്റീവായി മാർക്കറ്റ് നമ്മുടെ ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു, ഇല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിസ്ക് എടുത്ത് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇട്ടുകൊണ്ട് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും, ഇല്ലേ? അങ്ങനെ ഞാൻ പഠിപ്പിച്ചേക്കും നിങ്ങൾ ആ ഒരു സിനാരിയോ ഇവിടെ ആക്റ്റീവായി. ഇത് ഒരു സ്റ്റെപ്പ് അഡ്വാൻസാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ എന്തുവാ നമ്മുടെ സ്ട്രാറ്റജി? ഒരു പ്യുവർ ബിഗിനറിൻ്റെ സ്ട്രാറ്റജി എന്തുവാ? 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ 75% or 80% നമുക്ക് ക്ലോസിങ് കിട്ടണം. ഇതാണ് ഒരു പ്യുവർ ബിഗിനറിൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ബിഗിനറിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടെ മേലോട്ട്, ഒരു സ്റ്റെപ്പ് കൂടെ ഹയർ സ്റ്റഡിയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, സ്റ്റെപ്പ് എന്നൊന്നും നമ്മൾ ശിശു ആയിരിക്കാൻ പറ്റത്തില്ലല്ലോ, എന്നൊന്നും പാൽ കുടിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളിപ്പോൾ കുറച്ച് ഡെവലപ്പ് ആവണം. ഓക്കെ, നമ്മൾ കുറച്ച് അപ്ഡേറ്റഡ് ആവണം. അപ്പം
അടുത്ത സ്ട്രാറ്റജിയാണ്, അടുത്ത ഒരു പ്രോബബിലിറ്റിയാണ് എന്താണ്, ഇത്രയും താഴെ പോയ മാർക്കറ്റ് ഒരു ലോങ് വിക്കോടുകൂടെ ഒരു ഗ്രീനിന് ഒരു ബോഡിയോടുകൂടെ നമ്മൾ പറയുന്ന ലെവലിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതും ഒരു എന്ത് ചെയ്യണം, ഒരു ബൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ചിലർക്ക് ദഹിക്കത്തില്ല, എങ്കിലും നിങ്ങൾക്ക് എന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക്, എന്നെ സ്ഥിരമായി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു SL ഇട്ടുകൊണ്ട് നമുക്കിവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോയി നോക്കിയേ, കൃത്യമായി പോയി നമ്മളുടെ 22,429 ആ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ സപ്പോർട്ട് നമ്മൾ വരച്ച ആ ലൈനിൽ വന്ന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തു ഇല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറിയവർക്ക്, ഇവിടെ ഞാൻ കയറാമെന്ന് ഒരിക്കലും പറയത്തില്ല, ഇവിടെ കയറിയവർക്ക് ഈ ക്ലോസിങ് കയറിയവർക്ക് ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്, ഒരു 400, ഒരു 393, അല്ല 400 കൂട്ടിക്കോ, 400 മുതൽ 429, 30 പോയിൻ്റാണ്. ഒരു ATMലാണ് 15 പോയിൻ്റ്, അല്ലെങ്കിൽ 10 പോയിൻ്റ്, 15 പോയിൻ്റ് നിങ്ങൾക്ക് ന്യായമായിട്ടുള്ളത് കിട്ടി. അതിനുശേഷം ഇപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് ഇല്ലേ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതാണ്. ഇപ്പോഴും നമ്മൾ ഒരു റെഡ് ക്യാൻഡിൽ വന്നെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല, നമ്മുടെ ബൈ പ്രൈസോ അല്ലെങ്കിൽ SL പ്രൈസിനോ താഴെ എന്തായാലും അത് പോയി ക്ലോസ് ചെയ്തിട്ടില്ല. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് നേരെ മാർക്കറ്റ് മേളിൽ പോയി നമ്മുടെ അടുത്ത ലെവൽ 22,480 പോയി ടെസ്റ്റ് ചെയ്ത് നേരെ മാർക്കറ്റ് തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെവലുകളെല്ലാം വളരെ കൃത്യമായിരുന്നു ഇല്ലേ, നമ്മുടെ ലെവലുകൾ, നമ്മൾ വരച്ചിട്ട ലെവലുകളെല്ലാം വളരെ വെരി ആക്യുറേറ്റ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് അവിടുത്തെ റീടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ചു. ഈ ട്രേഡ് നമ്മുടെ ഇല്ലാത്ത, കാരണം നമുക്ക് കൺഫർമേഷൻ ഇല്ല ഈ ട്രേഡ് എടുക്കാൻ വേണ്ടി ഇല്ലേ. പക്ഷേങ്കിൽ നമുക്ക് ഇവിടുന്ന് പിന്നെ ട്രേഡ് ഉണ്ട്. എങ്ങനെ നോക്കിക്കേ, ഇവിടെ വന്ന് മാർക്കറ്റ് കറക്റ്റ് നമ്മുടെ ലൈനിൽ വന്ന് റീടെസ്റ്റ് ചെയ്തു ഇല്ലേ, ഒന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്തു. അത് റീടെസ്റ്റ് കണ്ടോ, ഇവിടെ താഴെ വന്നു മേലോട്ട് പോയി റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി ഇല്ലേ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചു തന്നു, സാർ ഇത് ഒരു W പാറ്റേൺ ഫോം ആവുമല്ലേ. ശരിയാണ്, അവർ പഠിച്ചു, W പാറ്റേൺ ഫോം ആവുമല്ലേ, W പാറ്റേൺ ഫോമായി. ഓക്കെ, ഇവിടെ വരെ അങ്ങനെ ഫുൾ വരെ പോയില്ല, പക്ഷേ നമുക്ക് ന്യായം ഇത് കഴിഞ്ഞ് ഇത് നമ്മൾ എങ്ങനെയാണ് W പാറ്റേൺ പഠിച്ചേക്കുന്നത്, W വന്നു നേരെ പോയി, ഇതാണ് അടുത്ത നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇല്ലേ. ഇത് ബ്രേക്കൗട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പോകാം. ഇത് ബ്രേക്കൗട്ട് കിട്ടി മേലോട്ട് പോയെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. ഇവിടുന്ന് കയറിയവർക്ക് ഇവിടം വരെയെങ്കിലും കിട്ടി കാണും, അല്ലെങ്കിൽ ഇവിടം വരെയെങ്കിലും കിട്ടി കാണും. അല്ലെങ്കിൽ ന്യായമായിട്ടുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുട്ടാൻ വേണ്ടി നോക്കിയിരിക്കല്ലേ. ഇവിടെയൊക്കെ നമ്മൾ ന്യായത്തിൻ്റെ കണക്ക് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മളൊരു ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ട്രേഡിന് ഇറങ്ങുമ്പം ലാഭവും നഷ്ടവും തീരുമാനിച്ചിട്ട് മാത്രമേ ഇറങ്ങാവൂ. ആ ന്യായം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങുക, അത് മാത്രമേ ഉള്ളൂ. അത് ന്യായം പാലിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഈ ആരെന്ത് പറഞ്ഞാലും, എത്ര തേടി പറഞ്ഞാലും നിങ്ങൾ ന്യായം പാലിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇല്ല, അത് നിങ്ങൾ അനുഭവത്തിൽ കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നോക്കിക്കേ, നമ്മൾ എത്ര പേരാണ്, ഞാൻ കറക്റ്റ് നോക്കട്ടെ, ഇപ്പോൾ നിലവിലുള്ള പിന്നെ നമ്മുടെ പോള് എത്രയാണെന്ന് നോക്കിക്കോട്ടെ. നമ്മുടെ പോൾ എത്രയാണ് ഇന്ന്, ഇത്രയാണ്. ഇപ്പം 140 പേര് പ്രോഫിറ്റിലാണ്, 140 പേര്, 87 പേര് ലോസിലും. അതായത് 140ഉം 80ഉം 220 227 പേര് ട്രേഡിങ്, ഒത്തിരി പേര് ചെയ്യാനുണ്ട്. 227 പേര് ട്രേഡ് ചെയ്തതിൽ 140 പേര് പ്രോഫിറ്റിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, അത് നമ്മുടെ ഒരു വിജയം തന്നെ, അത് എനിക്ക് അഭിമാനമുണ്ട് നിങ്ങളിൽ. ഓക്കെ, നിങ്ങൾ പലരും കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ നിങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 60-65% നമുക്ക് വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ട്. സെബി പറയുന്നത് 8%. ഓക്കെ, അപ്പം എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളൊക്കെ അത് പാലിക്കുന്നതിൽ പലരും സാർ ഞങ്ങൾ ന്യായം പാലിക്കുന്നുവെന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ട് അയക്കാറുണ്ട്. ഓക്കെ, എല്ലാവരോടും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇനിയിപ്പോൾ ഒത്തിരി പറഞ്ഞ് ഞാൻ അങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല. മാർക്കറ്റ് അതിന് ശേഷം കുറച്ച് അരിഞ്ഞ് മാർക്കറ്റ് മേലോട്ട് പോയി നമ്മുടെ ട്രെൻഡ് ലൈനിൽ, ഇവിടെ നോക്കിക്കേ, നമ്മുടെ ട്രെൻഡ് ലൈനിൽ വന്ന് കറക്റ്റായിട്ട് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ. ഈ സപ്പോർട്ട് എടുത്തതിന് ശേഷം അവിടെ കിടന്ന് ആടിക്കളിച്ചു, കുറേ നേരം ആടിക്കളിച്ച് മാർക്കറ്റ് ഈ ഗ്രീൻ പോയെങ്കിലും ക്ലോസിങ് ഇവിടെ താഴെയാണ്. ഈ നമ്മുടെ ഏകദേശം 22,490 എത്രയാണ്, 497 മാർക്കറ്റ് 497 ക്ലോസ് ചെയ്തത്. നമ്മുടെ ഏകദേശം നമ്മുടെ ട്രെൻഡ് ലൈൻ അടുത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നാളെ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇന്നും മാർക്കറ്റ് പിന്നെ നാസ്ഡാക്ക് നമ്മുടെ ഡൗ ജോൺസ് താർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 375 പോയിൻറ്റ് 400 പോയിൻറ്റിനടുത്ത് പൊട്ടി നിൽക്കുകയാണ്. പക്ഷേ നാസ്ഡാക്ക് പോസിറ്റീവിലാണ്, പക്ഷേ ഡൗ ജോൺസ് 400 പോയിൻറ്റ് പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാം, ഇന്നലെ ഞാൻ പറഞ്ഞു മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയാണ്. പക്ഷേ ഇന്നും കൂടെ ഇന്നത്തെ സിനാരിയോ വേറെയാണ്. ഓക്കെ, ഇന്നും കൂടെ ഡൗ ജോൺസ് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ മാർക്കറ്റിലും കാണാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ എപ്പോഴും പറയുന്നു, മാർക്കറ്റ് ഡൗൺ സൈഡ് ലിമിറ്റഡ് ആണ്. നമ്മുടെ ഡൗൺ സൈഡ് വളരെ ലിമിറ്റഡ് ആണ്, അപ്പ് സൈഡ് നമുക്ക് ഓപ്പൺ ആണ്.
പല കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് പച്ച കത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള ലോക മാർക്കറ്റുകളിനേക്കാളും വളരെ വിഭിന്നമാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഒറ്റയ്ക്ക് പൊരുതി കയറാനുള്ള ശക്തി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് തെളിയിക്കുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെ വീണാലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ നിഫ്റ്റിയുടെ PE 20 താഴെ പോയി. ഓക്കെ, അതൊരു നല്ല ഒരു ബൈയിങ് സോണാണ്. ഓക്കെ, അപ്പം ഇതുപോലെ അമേരിക്കൻ മാർക്കറ്റിൽ ഇതുപോലൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു അൺസർട്ടനിറ്റി ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു ബൈ വരാനുള്ള സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല FISൻ്റെ സെല്ലിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരികയാണ്. പണ്ട് ഒരു 4000 5000 ഒക്കെ വിറ്റെടുത്ത് ഇപ്പം 700 800 400 ഇന്ന് 2000 ആണെന്ന് തോന്നുന്നു. അത്ര ഞാൻ നോക്കിയില്ല. ഓക്കെ, അത്ര എന്നൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കിയേക്കാം. അങ്ങനെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുവാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ അർത്ഥമാക്കുന്നത് നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല ന്യൂസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൂടെ ഒരു നല്ല ന്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2800 കോടിക്കാണ് ഇന്ന് FIS വിറ്റത്. DIS 2000 കോടിക്ക് വാങ്ങിച്ചു. നെറ്റ് സെല്ല് 800 കോടി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ ഇൻറ്റൻസിറ്റി കുറഞ്ഞു. അപ്പം എങ്ങനെയാണ് നല്ല സ്റ്റോക്കുകളിൽ ബൈ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിക്കാണുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഓക്കെ, എന്തായാലും ഞാൻ എപ്പോഴും പറയുന്നു, നമുക്ക് ഡൗൺ സൈഡ് ലിമിറ്റഡ് ആണ്, അപ്പ് സൈഡ് നമുക്ക് ഓപ്പണുമാണ്. ഓക്കെ, അപ്പോൾ നാളെ ഇനി എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. നമ്മുടെ ലെവലുകളെല്ലാം കൃത്യം ഇതിനകത്ത് തന്നെയാണ്. ഈ ട്രെൻഡ് ലൈൻ അങ്ങനെ തന്നെ അവിടെ കിടന്നോട്ട്. ട്രെൻഡ് ലൈൻ ഇനിയിപ്പം ഈ ട്രെൻഡ് ലൈൻ ഇനി ഇതിൻ്റെ ട്രെൻഡ് ലൈൻ്റെ ആവശ്യം ഇല്ല. ഈ ട്രെൻഡ് ലൈൻ്റെ ആവശ്യകത കഴിഞ്ഞു. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ്റെ ആവശ്യകത കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ നോക്കാനുള്ളത് ഇത് ഇനിയിപ്പോൾ നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിനകം തന്നെ ഈ 90 ഈ കറക്റ്റ് 480 ഇറ്റ്സ് വെരി നാരോ റേഞ്ചാണ് നമുക്കുള്ളത് ഇനി. ഓക്കെ, നമുക്ക് വെരി നാരോ റേഞ്ചാണ് ഇനി ഉള്ളത്. അപ്പം നമുക്ക് ഇനി ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ളത് ഇത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഇത് കുറച്ച് ഇത് കറക്റ്റാണ്, ഒന്ന് കറക്റ്റ് ചെയ്യാനൊന്നും ഇല്ല. നമുക്കിതിനെ സത്യം പറഞ്ഞാൽ ഇതിനകത്തിൽ ഒന്നും മാറ്റാനില്ല കേട്ടോ. ഒരു സംഭവം ഞാൻ ഇതിനകത്ത് മാറ്റാനായിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ലൈൻ നമുക്ക് കുറച്ചൊന്ന് മേലോട്ട് പൊക്കി വെക്കാം. ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ ലൈൻ്റെ ആവശ്യമില്ല, അത് പോട്ടെ, അത് വേണ്ട. ഓക്കെ, അപ്പോൾ ഇതും വേണ്ട. അപ്പോൾ നമുക്ക് പൊട്ടുവാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന്, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഓക്കെ, മുകളിലോട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങളെ എല്ലാ ആയുധം ഉപയോഗിക്കാൻ ഞാൻ പഠിപ്പിക്കാം കേട്ടോ. ആദ്യം നിങ്ങൾ 2 കാലം നിൽക്കാൻ പഠിക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് കുറച്ച് പഠിക്കാം. എല്ലാം കൂടെ പഠിച്ചാൽ ദഹനക്കേടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ പഠിക്കാം. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇതിനകത്ത് ഇങ്ങോട്ട് വരച്ചില്ലല്ലേ ഞാൻ. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഗ്യാപ്പ് അപ്പ് ആയാലും അതിനനുസരിച്ച് നമുക്ക് അന്നേരത്തെ സിറ്റുവേഷൻ പോലെ ട്രേഡ് ചെയ്യാം. നമുക്കിപ്പം ഇത് കളർ മാറ്റിത്തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലിയർ. ഇതിനകത്ത് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഡൗണിൻ്റെ സിനാരിയോ നോക്കിയിട്ട് അവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കി പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രം മിനിമം 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം പറഞ്ഞ എല്ലാവരും മനസ്സിലായല്ലോ, എല്ലാവരും കേട്ടല്ലോ. നല്ല വൃത്തിയായിട്ട് പഠിക്കുക, അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, അപ്പം ഇച്ചിരി സമയം നീണ്ടുപോയി എങ്കിലും ഓക്കെ, നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.